ഇതാണ് ബെൽറ്റ് പിനിയൺ അസംബ്ലി എന്ന് പറയും. നമ്മുടെ അലൂമിനിയം എക്സ്ട്രൂഷൻ ആൻഡ് 3D പ്രിന്റിങ്ങിലും റോബോട്ടിക്സിലും ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. നമ്മ സ്റ്റെപ്പർ മോട്ടോഴ്സും പിന്നെ എന്തെങ്കിലും ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ ബെൽറ്റ് പിനിയൺ സിസ്റ്റം, ഇത് പിനിയൺ, ഇത് ബെൽറ്റ് പിനിയൺ സിസ്റ്റം വെച്ചിട്ട് ഇത് ഗാൻട്രി പ്ലേറ്റ് അറ്റാച്ച് ചെയ്ത് വരുന്നൊരു സിസ്റ്റമാണ് ഇത് ഫുള്ള്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് നമ്മൾ GT2 ടൈമിംഗ് ബെൽറ്റും GT2 പുള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. GT2 ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടീത്തിൽ നിന്ന് മറ്റേ ടീത്തിലോട്ട് 2 mm ആണ് നീളം. നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഞാനത് കുറേ ടീത്തുകളില്ലേ, ഈ ടീത്തിൽ ഒരു ടീത്ത് മുതൽ മറ്റേ ടീത്തിൻ്റെ സെൻറ്റർ വരെ ഉള്ള ഡിസ്റ്റൻസ് ആണ് 2 mm. അതുകൊണ്ടാണ് GT2 ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത്. 3D പ്രിന്റിങ്ങിലും പിന്നെ അതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഈ ബെൽറ്റ് ട്രാൻസ്മിഷൻ. പിന്നെ ഇത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഫൈബർ ഗ്ലാസ് ടൈപ്പ്, പുതിയ നൈലോണും പിന്നെ എല്ലാത്തിനും മിക്സാണിത്. അതാണ് ഈ ടൈം ബെൽറ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നല്ല ടെൻഷൻ വിസ്റ്റാൻഡ് ചെയ്യാനും പറ്റും, പിന്നെ അത്യാവശ്യം ലോഡും ക്യാരി ചെയ്യാൻ പറ്റും ഇതിന്. അതിനാണ് ഈ GT2 ടൈമിംഗ് ബെൽറ്റ് സിസ്റ്റം ഇവിടെ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ എന്തുകൊണ്ട് ബെൽറ്റും പുള്ളിയും പിനിയണും ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്ക് ലീഡ് സ്ക്രൂ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം നമുക്ക് ഇവിടെ ലീഡ് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ചാൽ ഇവിടെ ഭയങ്കര മാസ് കൂടും, പിന്നെ ഇതിന്റെ സിസ്റ്റം കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ലീഡ് സ്ക്രൂ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ എന്ന് പറയുമ്പം ഈ അലൂമിനിയം എക്സ്ട്രൂഷൻ മോഡുലറാണ്, അതിനകത്ത് ആ സ്ലോട്ടിംഗ് ഉണ്ട്. സ്ലോട്ടിംഗ് നിങ്ങൾ കാണാം. ഈ ഒരു സ്ലോട്ട് ഇട്ടേക്കുന്നത്, ഈ സ്ലോട്ടിൽ നമ്മുടെ ഈ ബെൽറ്റ് സ്മൂത്ത് ആയിട്ട് ഇറങ്ങും. കാര്യം ഈ ബെൽറ്റിന്റെ വിഡ്ത്ത് ഏകദേശം 6 mm വിഡ്ത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ സംഭവം ഉപയോഗിച്ചത്. അതുകൊണ്ട് 6 mm തന്നെ 6 കൂടുതലുണ്ട് ഇതിന്റെ സ്ലോട്ടിന്റെ വിഡ്ത്ത്. അപ്പം 6 കുറവുള്ള ഇപ്പം 6 GT2 ടൈമിംഗ് ബെൽറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 6 mm ആണ്. അപ്പം ഈ സ്ലോട്ടിൽ കൂടുന്ന് നൈസായിട്ട് ഇറങ്ങി നമുക്ക് നേരെ തന്നെ ഈ ഡെർലിൻ വീലിൽ കൂടുന്ന് ഈ ഡെർലിൻ വീലിൽ ടച്ച് ചെയ്ത് അവിടുത്തെ ഒരു ടെൻഷൻ മാക്സ് ചെയ്ത് പിന്നെ നേരെ പിനിയണിലോട്ട് വരും. അതാണ് ഈ മെക്കാനിസം. ഇതേപോലെ തന്നെ അപ്പം ഇതിനാണത് ഉപയോഗിച്ചേക്കുന്നത്. അപ്പം ഇതിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ ഇത് മൂവ് ചെയ്യാൻ നേരത്ത് 4 ഡെർലിൻ വീൽ ഒരുമിച്ച് മൂവ് ചെയ്യുന്നു. പിന്നെ എൻ്റെ ബെൽറ്റും ഇതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ പ്രൊജക്റ്റിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന സിസ്റ്റം എന്ന് പറയുമ്പോൾ ബെൽറ്റ് പുള്ളി സിസ്റ്റം ഉപയോഗിച്ചെന്ന് പറയുമ്പോൾ ബാക്ക് സ്ലാഷ് കുറവായിരിക്കും. വളരെ മിനിമം ബാക്ക് സ്ലാഷേ വരുന്നുള്ളൂ. പ്രിസിഷൻ മൂവ്മെന്റിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ GT2 ടൈമിംഗ് ബെൽറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഇത് ഉപയോഗിച്ചത്. ലീഡ് സ്ക്രൂ ആകുമ്പോഴത്തേക്കും പിന്നെ ഓൺ ദ യൂസ് കുറേ ഫ്രിക്ഷനും തേയ്മാനവും വന്നത് തേഞ്ഞ് തീരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഇപ്പം ലീഡ് സ്ക്രൂ ആണെങ്കിൽ ഇവിടെ തുടങ്ങും, അവിടുന്ന് ഒരു മറ്റേ സ്ക്രൂ ഹോൾഡർ വെച്ചിട്ട് ഇങ്ങനെ ട്രാൻസ്മിഷനാണ് അത് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ചെയ്യുന്ന വഴി ഇതിന് ഓവർ ഹാങ്ങിങ് ഉണ്ടാവും. എന്ന് പറയുമ്പോൾ ഇത്രയും നീളം ഉണ്ടായത് തന്നെ ഇത് ചെറുതായിട്ടൊരു ഡിഫ്ലക്ഷൻ വരും. അപ്പം ആ ഡിഫ്ലക്ഷനും നമുക്ക് ഈ ഡിഫ്ലക്ഷൻ ഇല്ലാതാക്കാൻ പറ്റും ഈ ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ ബെൽറ്റ് എന്ന് പറയുമ്പോൾ സൈലന്റ് ഓപ്പറേഷൻ ആണ്, പിന്നെ ലോ കോസ്റ്റും ഫാസ്റ്റർ അസംബ്ലി ഓപ്ഷനുമാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഈ ബെൽറ്റിന് ടെൻഷൻ കൂട്ടാൻ പറ്റും. ഈ വീഡിയോ കണ്ട പോലെ തന്നെ ബെൽറ്റിന്റെ ടെൻഷൻ കൂട്ടാൻ പറ്റും. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ നമ്മളൊരു അലങ്കിയും പിന്നെ ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് അലൂമിനിയം വി സ്ലോട്ടാണ്. ഈ വി സ്ലോട്ട് എന്ന് പറയുന്ന കാര്യം കണ്ടോ, അതായത് ഇത് കണ്ടില്ലേ ഈ പോയിന്റ്, ഇവിടെ T പോലെ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ നേരെ കറക്റ്റ് ആണെങ്കിൽ അവിടെ അതിനെ പേര് നേരെ T സ്ലോട്ട് എന്നാണ്. ഇവിടെ ഒരു V ഷേപ്പ് സാധനമാണ്. അതുകൊണ്ടാണ് ഇവിടെ V സ്ലോട്ട് എന്ന് പറയുന്നത്. ഈ സാധനം ഇവിടെ ഈ മൂലം നോക്കിയാൽ മതി. അതിലാണ് നമ്മുടെ ഡെർലിൻ വീൽ ഇറങ്ങിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ അറിയാം, വീട്ടിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഡെർലിൻ വീലും V സ്ലോട്ടും തമ്മിലൊരു പാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു കോണ്ടാക്ട് പാച്ച് ഉണ്ട്. ഈ കോണ്ടാക്ട് പാച്ച് ആണ് ഈ വീൽസിന് എന്ന് പറയുമ്പോൾ ഡെർലിൻ വീൽസിനും പിന്നെ ട്രാൻസ്മിഷനൊക്കെയാണ് ഏറ്റവും കൂടുതൽ V സ്ലോട്ട് എക്സ്ട്രൂഷൻ, അലൂമിനിയം എക്സ്ട്രൂഷൻ ഉപയോഗിക്കുന്നത്. ഏത് ടൈപ്പ് എക്സ്ട്രൂഷൻ ആണെങ്കിലും V സ്ലോട്ട് കാറ്റഗറി എന്ന് പറയുന്നത് വീൽസിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്തിരിക്കുന്ന കാറ്റഗറിയാണ്. അത് T സ്ലോട്ട് തന്നെ ഫീച്ചേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ V സ്ലോട്ടും ഇതിനകത്ത് ഉപയോഗിക്കാം. പിന്നെ സിസ്റ്റം ഇങ്ങനെ മോഡുലറാണ്, എങ്ങനെ ആണെങ്കിലും മാറ്റി തിരിച്ചും വെക്കാം. പിന്നെ നമുക്ക് ഈ ബെൽറ്റ് ടെൻഷൻ ആക്കുന്നതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ടെൻഷൻ ആക്കുന്നത്. പിന്നെ ഇവിടെ ലൂസ് ചെയ്യുക. ഓൾറെഡി ഞാൻ ടെൻഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ ലൂസാക്കി. ഞാനിവിടെ ഇതെന്ന് പറയുമ്പോൾ ഒരു സ്ലൈഡിങ് ടീനട്ടും പിന്നെ ഒരു സ്ക്രൂ കൂടെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. M5ന്റെ ഒരു 6 mm സ്ക്രൂ ഉപയോഗിച്ചാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അതാണ് ടെൻഷൻ. 2 സൈഡിലും ഉണ്ട്. ഇവിടെ ആദ്യം നമ്മൾ നല്ല ആവശ്യമുള്ള ലെൻത്തിലിട്ട് ടൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇച്ചിരി കയറ്റി ഈ സാധനം വെച്ചിട്ട് ഈ പ്രീ ഇൻസേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് നേരെ അകത്ത് കയറ്റി വെച്ചിട്ട് ടെൻഷൻ കൊടുക്കുന്നത്. ഇപ്പം ഇത് നേരെ ലൂസായി കിടക്കുക.
ടെൻഷൻ കൂട്ടണമെങ്കിൽ നേരെ ഈ സാധനം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. കാരണം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അത് സാധനം ടെൻഷൻ കയറി അതിനകത്ത് അത്യാവശ്യം ഒരു ടെൻഷൻ നമുക്ക് വേണ്ട ടെൻഷൻ കിട്ടി. നിങ്ങൾ ടെൻഷൻ ആക്കിയിട്ട് എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സാധനം സ്ലിപ്പ് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പം കണ്ടോ ഒരു സ്ലിപ്പ് വന്നു കണ്ടില്ലേ, ഇവിടെ ഇപ്പം അതിന് ലൂസായിപ്പോയി, അതുകൊണ്ടാണ് ഒരു സ്ലിപ്പ് വന്നത്. അപ്പം നമ്മൾ ടെൻഷൻ മാക്സിമം ആക്കി വെക്കണം, എന്നിട്ട് ഇത് മുറുക്കണം. ഞാനിവിടെ ടൈറ്റാക്കി വെച്ചു. അതാണ് ഞാൻ നേരെ അത് ലൂസായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ മാത്രം മതി. പിന്നെ ഇതൊരു നമുക്ക് ലിമിറ്റ് പോലെ ഒരു ഫിസിക്കൽ ലിമിറ്റ് പോലെ നമുക്ക് സ്ക്രൂ ആക്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ ബെൽറ്റും ഇതും പറ്റും കണ്ടോ. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷനായിട്ട് തന്നെ ഈ സാധനം നീങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല മാക്സിമം ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റേബിൾ സിസ്റ്റമാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ റേഷ്യോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടൗണ്ട് ബൈ ഇതിൻ്റെ ബെൽറ്റിൻ്റെ പിച്ച്, അപ്പം 1:1 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. പിന്നെ അതിനകത്ത് വരുന്നതെന്ന് പറയുമ്പം ഞാൻ ഈ ഡെർലിൻ വീലിൻ്റെ അസംബ്ലി പറഞ്ഞുതരാം. നിങ്ങളെ ഈ ഡെർലിൻ വീലിൻ്റെ അസംബ്ലി ഞാൻ കാണിച്ചു തരാം. എങ്ങനെ അല്ല ഡെർലിൻ വീൽ അല്ല സോറി ഈ ഗാൻട്രി പ്ലേറ്റും ഡെർലിൻ വീലിൻ്റെയും പിന്നെ ടോട്ടൽ അസംബ്ലി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാനിത് ബെൽറ്റ് ഞാൻ ഊരിയെടുത്തു. ഇതുകൊണ്ടാണ് ഈ ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ട്രാൻസ്മിഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 3D പ്രിന്റിങ് ഭയങ്കര പ്രിസിഷനുമാണ്, ഭയങ്കര മോഡലറുമാണ്. ഇപ്പോൾ അലുമിനിയം എക്സ്ട്രൂഷൻ തന്നെ ഈ 600 പിച്ചേനെ കയറും, സ്മൂത്തായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഡെർലിൻ വീലിന്റെ വീസിലോട്ട് വെച്ചിട്ട് ടെൻഷൻ സ്മൂത്തിങ് പ്രോപ്പറാക്കി ബാക്കി ചെയ്യാം. പിന്നെ ഈ പറഞ്ഞുതരാം. ഇപ്പോൾ മോട്ടർ മൗണ്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഈ അലൂമിനിയം പ്ലേറ്റിനകത്ത് അലൂമിനിയം എത്ര 2 mm 3 mm തിക്നെസ് ഉണ്ടെന്ന് തോന്നുന്നു, തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റാണിത്. ഈ പ്ലേറ്റിനകത്ത് കുറെ ഹോൾസ് ഉണ്ടല്ലേ. അപ്പം ഇതൊക്കെ മോഡുലർ ഒരു കാറ്റഗറിക്ക് വേണ്ടി വെച്ചേക്കുന്നതാണ്. ഭയങ്കര മോഡുലറായിട്ട് എവിടെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് ഗാൻട്രി പ്ലേറ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറയുമ്പോഴത്തേക്കും മോട്ടറിനകത്ത് നല്ല വൈബ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ മോട്ടർ ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്യുന്ന മോട്ടറിന്റെ മൗണ്ടാണ് ഈ ഇതിലോട്ട് പ്ലേറ്റ് ആണുള്ള വെച്ചേക്കുന്ന ഒരു M3 ഡയമീറ്റർ വരുന്ന 4 സ്ക്രൂ ഇട്ട് വെച്ചിട്ടുണ്ട്. തിക്നെസ് അല്ല അതിന്റെ ലെങ്ത് എത്രയാണെന്ന് പറഞ്ഞുകൂടാ, ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ നേരെ ഇതിലോട്ട് അറ്റാച്ച് ഗാൻട്രി പ്ലേറ്റിലോട്ട് നമ്മുടെ മോട്ടർ മൗണ്ട് അറ്റാച്ച് ചെയ്യും. അത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലോക്ക് നെട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, M5 നൈലോൺ ലോക്ക് നെട്ട്. കാര്യം ഇത് വൈബ്രേഷൻ കൂടുതൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് ലൂസായി വരാൻ ചാൻസ് ഉണ്ട് സാധാരണ നെട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലോക്ക് നെട്ടാണ്. ലോക്ക് നെട്ട് നൈലോൺ ത്രെഡ് ചെയ്തിരിക്കുന്ന ലോക്ക് നെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട് ഈ ഡെർലിൻ വീൽ അസംബ്ലിക്കകത്ത്. നിങ്ങൾ ഇതിനകത്ത് രണ്ട് സ്ക്രൂ ആയിട്ട് കാണുന്നില്ലേ, ഇവിടെ വേറെ ടൈപ്പ് ഒരു മറ്റേ സ്പാനർ ഇട്ട് തിരിക്കാൻ പറ്റുന്ന രീതിയും, ഇവിടെ സാധാ റൗണ്ട് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്പേസേഴ്സ് ഉണ്ട്. ഇതാ ഇവിടെയും ഇതാണ് ഇതും അതേപോലെ തന്നെ ഇവിടെ അത് തന്നെ ഇവിടെയും അതേ കണക്ക് തന്നെ ഉണ്ട് ഇതും. ഇതെന്തിനാന്ന് വെച്ചാൽ എസെൻട്രിക് സ്പേസേഴ്സ് എന്ന് പറയും. കാര്യം നമ്മുടെ ഈ അലൂമിനിയം എക്സ്ട്രൂഷനിൽ എപ്പോഴും ഒരു കറക്റ്റ് ഫിറ്റ് ആയിട്ട് എന്ന് പറയുമ്പം ഒരു ചെറിയൊരു ടോളറൻസ് ഉണ്ട്. കാര്യം ഈ ടോളറൻസ് ഇല്ലാതെ ഒരിക്കലും 2040 എക്സ്ട്രൂഷനോട് ഇത് കയറത്തില്ല, കറക്റ്റ് ഫിറ്റ് ആയി പോകും. അപ്പം ഒരു ഈസി ഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ഫിറ്റിങ് കറക്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഈ എസെൻട്രിക് സ്പേസേഴ്സ് തിരിച്ചു കൊടുക്കണം. എസെൻട്രിക് സ്പേസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഈ മറ്റേ ഇതും തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇപ്പം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കുന്ന സ്പേസേഴ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിത് തിരിക്കുന്ന വഴി ഈ സാധനത്തിന് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് തള്ളി വരും, ഈ സാധനം ഇങ്ങോട്ട് തള്ളും. എസെൻട്രിക് സ്പേസേഴ്സ് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ എസെൻട്രിക് സ്പേസർ ഇട്ട് വെച്ചിരിക്കുന്നത്. എസെൻട്രിക് സ്പേസർ എന്ന് പറയുമ്പോൾ ആവശ്യാനുസരണം കറക്റ്റ് ഫിറ്റിംഗ്സിലോട്ട് എത്താൻ പറ്റും. ഇതിന്റെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ഇപ്പം ചില വീല് കറങ്ങത്തില്ല. അപ്പൊ ഞാൻ നേരത്തെ ചെയ്ത കറക്റ്റ് എസെൻട്രിക് സ്പേസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായാണ് 4 വീലും കറങ്ങുന്നത്. അല്ലെങ്കിൽ കുറച്ചൊരു ടോളറൻസ് ലിമിറ്റ് കൂടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ടോളറൻസ് ലിമിറ്റിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റ് പാച്ചിങ് നമ്മുടെ വീസിലോട്ടിലോട്ട് ടയറും ഡെർലിൻ വീലും ഈ വീസിലോട്ട് തമ്മിൽ നല്ല കോണ്ടാക്ട് പാച്ചും വരുത്തി അത്യാവശ്യം ടെൻഷനും അത്യാവശ്യം ലൂസോടെ കൂടിയാണ് എപ്പോഴും ഈ എസെൻട്രിക് സ്പേസസ് ടൈറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ലൂസ് ആവാനും അങ്ങനെയുള്ള കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാകും. ഇവിടെയാണ് സാധാ സ്പേസസ് ആണ് വരുന്നത്. ഇവിടെ ഫിക്സ്ഡ് ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ മാറ്റുന്നത്. ഇവിടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വഴി ഈ സാധനം ഇങ്ങോട്ട് നീങ്ങാനും ഈ സാധനം ഇങ്ങോട്ട് അകത്തോട്ട് നീങ്ങും. കറക്കി കൊടുത്താൽ മതി, അതിനകത്ത് ബാക്കിലോട്ട് നീങ്ങും. എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ അത് തന്നെ ഇവിടെയും എങ്ങനെ കറക്കാൻ നേരത്തെ ഇങ്ങോട്ടും പോവും ഇങ്ങോട്ടും. ഈ ഒരു മോഷനാണ് ഇവിടെ എസെൻട്രിക് സ്പേസസ് കറക്കുന്ന വഴി ഈ ഒരു മോഷൻ ഇവിടെ പോസിബിൾ ആണ്. പിന്നെ നമ്മളിവിടെ കോർണർ ബ്രാക്കറ്റ് വെച്ചേക്കുന്ന ലോ പ്രൊഫൈൽ സ്ക്രൂ വെച്ചിട്ട് ലോ പ്രൊഫൈൽ M5ന്റെ
2 സ്ക്രൂവും പിന്നെ അതിനെ പറ്റിയ ലോക്ക് നട്ടുകൾ ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ എല്ലാം ലോക്ക് നട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം വൈബ്രേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ലോക്ക് നട്ട് വെക്കാനാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ചോയ്സ്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കാറ്റഗറി. ഡെർലിൻ വീലിന്റെ അസംബ്ലി പിന്നൊരു വീട്ടിലോട്ട് വരാം. പിന്നെ എസെൻട്രിക് സ്പേസസ് ഉപയോഗിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് കറക്റ്റ് ഫിറ്റ് ആവണം. ഇതും ഇതിന്റെ ഗ്യാപ്പ് വീലിന്റെ വിട്ട് സിമിലർ ആക്കി കറക്റ്റ് രീതി അത്യാവശ്യം നല്ല ഒരു ടൈറ്റ് കൊടുത്ത് ഈ ഫ്രിമ്മായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസെൻട്രിക് സ്പേസസ് കൊടുത്തിരിക്കുന്നത്. അതില്ലാതെ ഒരിക്കലും ഇടാൻ പറ്റും, പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകും. കാര്യം ചില വീല് കറങ്ങത്തില്ല, ചില വീല് മാത്രമേ കോണ്ടാക്ട് പാച്ച് ഉണ്ടാകും. അപ്പം ചില വീല് തേയ്മാനം ഉണ്ടാകും. അങ്ങനെയുള്ള ഈ ഡെർലിൻ വീലിലൊക്കെ മാറ്റങ്ങൾ വരികയും പിന്നെ അതിന്റെ കുറെ ഇഷ്യൂകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ എസെൻട്രിക് സ്പേസസ് ഇവിടെ കണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എസെൻട്രിക് സ്പേസസിന് നമുക്കറിയാം ഈ ഗാൻട്രി പ്ലേറ്റ് തന്നെ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ.